ഹലോ ഗായ്സ്, നമ്മളിതാ പുതിയൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ സൂപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി വെച്ച് നമ്മൾ ആദ്യം ചിക്കൻ ഇട്ട് നമ്മൾ ഉപ്പിട്ട് നമ്മളിനി അത് വേവിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടും, കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിക്കണം. 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ച് 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് വേകാൻ പാകത്തിന് എന്നിട്ട് നമ്മൾ അത് മൊത്തം ഒഴിക്കുക. അത് മൊത്തം ഒഴിച്ചിട്ട് നമ്മളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടെ കുനുകുനാന്നരിഞ്ഞ് ചോപ്പ് ചെയ്തത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ക്യാബേജും കൂടെ നമ്മളിടുക. കുഞ്ഞായിട്ട് അരിഞ്ഞ് വെക്കണം. കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടെ നമ്മളത് ചിക്കൻ്റെ അകത്തേക്ക് ഇടുകയാണ് ഗൈസ്. ചിക്കനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ കുറച്ച് മിക്സ് കാരണം ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആവണമല്ലോ. മിക്സ് ആവാൻ വേണ്ടി അടച്ച് വെച്ച് നമ്മളത് നല്ലപോലെ വേവിക്കണം. ചിക്കൻ നല്ലപോലെ നമുക്കിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാൻ പാകത്തിന് അത് നല്ലപോലെ വേവണം. ചിക്കൻ നമ്മുടെ ആവശ്യമുള്ള ചിക്കൻ നമ്മൾ ഇടുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ നല്ല ആയിക്കഴിഞ്ഞ് നമ്മളത് ചോപ്പ് ചെയ്ത് നമ്മളത് ചിക്കൻ്റെ ആ വാട്ടറിനകത്തേക്ക് തന്നെ നമ്മൾ ഇടണം. ഇട്ട് കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരം ഇളക്കിയൊന്ന് മിക്സാക്കി ഇരിക്കണം. നമ്മൾ കുറച്ച് സോയാ സോസ് ഒഴിക്കുകയാണ് ഗൈസ്. കുറച്ച് സോയാ സോസ് ഒഴിച്ച് ഒരു കപ്പ് ഒരടപ്പിനകത്ത് സോയാ സോസ് ഒഴിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ ഫ്ലേവർ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അത് നമുക്ക് കുറച്ച് നേരം ഇളക്കി കുറച്ച് ഇതാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ഗൈസ് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കുറച്ച് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ ആ ഇതിനകത്തേക്ക് ഒഴിക്കണം. ആ മിക്സിനകത്തേക്ക് ഒഴിക്കണം. കാരണം അതിന് കുറച്ച് കൊഴുപ്പ് കിട്ടണമല്ലോ. അതിന് വേണ്ടിയാണ് ഗൈസ് നമ്മൾ ഇടുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു മുട്ട എടുത്ത് അതിൻ്റെ വൈറ്റ് മാത്രം നമ്മളിടുക. ഇത് യെല്ലോ കളർ ഇടരുത്, വൈറ്റ് മാത്രം ഇട്ട് മിക്സ് ചെയ്യുക. ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൈസ് വയ്ക്കുന്നത്. ഇതൊക്കെ ടിപ്സാണ് ഗൈസ്. എന്നിട്ട് നമ്മൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് എല്ലാവരുടെയും പാകത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് വെക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് ഫ്ലേവറിന് വേണ്ടി കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടി ഇടുക. എല്ലാവരും പാകത്തിനനുസരിച്ച് ഇട്ടേക്കണം കേട്ടോ. അത് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കഴിയുമ്പം നമ്മുടെ സൂപ്പിന് തിളച്ച് നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ബൈ.